അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കണം. കാഴ്ച മങ്ങിയതിനപ്പുറം ഈ വാഹനത്തിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ കയറിയതും ഓവർലോഡും പ്രശ്നമായിരുന്നു ഈ അപകടത്തിന്. സേതുലക്ഷ്മി, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഈ ഒരു ഇടിക്ക് ശേഷം ഈ ഇടിയുടെ ആഘാതം വർദ്ധിപ്പിച്ചതും ഇത്രയധികം മരണസംഖ്യ ഉയരാൻ കാരണമായതും ഈ വാഹനത്തിൽ അധികമായി ഉണ്ടായിരുന്നവരാണ്. ഈ ഒരു വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അവരെ ആംബുലൻസിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി പൊതുദർശന ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ എത്തിക്കും. അതിനുശേഷം 1 മണിവരെ പൊതുദർശനം ഉണ്ടാകും. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ളവർ അവർക്ക് അനുശോചനം അറിയിക്കും. മന്ത്രി സജി ചെറിയാൻ അവിടെയുണ്ട്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഈ കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും. അതിനുശേഷമാകും ബന്ധുക്കൾ അവരെ നാട്ടിലേക്ക് കൊണ്ടുപോവുക, അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുക. സമീപകാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇത്. കാരണം ഈ പൊലിഞ്ഞുപോയ 5 പേരും വിദ്യാർത്ഥികളാണ്. 20 വയസ്സിന് മാത്രം താഴെ പ്രായമുള്ള കുട്ടികൾ. പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ MBBS പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു പരീക്ഷയുടെ ആലസ്യമൊക്കെ മാറി ഒന്ന് സന്തോഷമായി ഒന്നിച്ച് സിനിമയ്ക്ക് പോയി മടങ്ങി വന്നവരാണ് ഈ വലിയ ദുരന്തത്തിന് ഇരകളാക്കപ്പെട്ടത്. വാഹന അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായത്. വീട്ടുകാരുടെ ദുഃഖം അതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും ദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. മനീഷ് ഐഷാമറ്റ് തുടരുന്നുണ്ട്. മനീഷ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏതാണ്ട് 5 പേരുടെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു അല്ലേ? സേതുലക്ഷ്മി, നിലവിലിപ്പോൾ 3 പേരുടെ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയും ഇവിടെ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടിയാണ് പുറത്തേക്ക് എത്തിക്കാനുള്ളത്. ഈ മൃതദേഹങ്ങളും കൂടി എത്തിച്ചു കഴിയുമ്പോൾ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ നേരെ പോകുന്നത് അവിടേക്ക് ഇനിയും 2 മൃതദേഹങ്ങൾ കൂടെ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിനകം തന്നെ 3 മൃതദേഹങ്ങൾ, അത് ആലപ്പുഴ സ്വദേശി ആയിഷ, അതുപോലെ തന്നെ കണ്ണൂർ സ്വദേശി ജബ്ബാർ അടക്കമുള്ളവരുടെ 3 മൃതദേഹങ്ങൾ അവിടേക്ക് ഇവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് പുറത്തെത്തിച്ചു കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഉണ്ട്. അത് കഴിഞ്ഞ ശേഷമായിരിക്കും മുഴുവൻ 5 പേരുടെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. അവിടെയാണ് പൊതുദർശനം നടത്തുക. പൊതുദർശനം 1 മണി വരെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 1 മണിക്ക് ശേഷം പൊതുദർശനം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് അയക്കും. ഇപ്പം നിലവിൽ ഇവിടുന്ന് 4ാമത്തെ മൃതദേഹം പുറത്തെത്തിക്കുകയാണ്. ഇനിയും 1 മൃതദേഹം കൂടിയാണ് അവശേഷിക്കുന്നത്. അതും കൂടി പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ തന്നെ 5 മൃതദേഹങ്ങളും എന്തായാലും മെഡിക്കൽ കോളേജിൽ എത്തിച്ച് തുടർന്ന് പൊതുദർശനം ആരംഭിക്കും. പൊതുദർശനം 1 മണി വരെ ഉണ്ടാവും. ശരി മനീഷ്, കളർക്കോട് KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അതിദാരുണമായ സംഭവം. ഇപ്പോൾ ഈ 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അതിൽ 3 പേരുടെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആംബുലൻസിലേക്ക് മാറ്റി. ഇനി 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം ഈ കുട്ടികളുടെ മൃതശരീരം പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റും. അതിനുശേഷം 1 മണിവരെ പൊതുദർശനം. ഈ പൊതുദർശനം തുടങ്ങുന്ന മുറയ്ക്ക് വീണ്ടും നമുക്ക് ഈ കാഴ്ചകളിലേക്കും ഈ റിപ്പോർട്ടിലേക്കും വരാം.